കണ്ണൂർ ജില്ലയിലേക്കാണ് ഇനി പോകുന്നത്. കണ്ണൂർ ജില്ലയിൽ 2021 ചിത്രം നോക്കാം. LDF 9, UDF 2, ഇരിക്കൂറും കണ്ണൂരും മാത്രം അല്ലെ, പേരാവൂരും മാത്രം. അപ്പോൾ ഇത്തവണ എങ്ങനെയാണ് എന്നുള്ളത് നോക്കേണ്ടത്. ഇത്തവണ CPM-ൽ നിന്നും 2 നേതാക്കൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഒരു ജില്ലാ കമ്മിറ്റി അംഗവും. അതെ, 2 നേതാക്കൾ പുറത്തേക്ക് വന്നു. പാർട്ടി കോട്ടയിൽ ആദ്യത്തെ വിമത ശബ്ദമുയർന്ന മണ്ഡലമാണ് ആദ്യം നോക്കുന്നത്. ആദ്യത്തെ ഇപ്പോ അതെ ഇപ്പോഴല്ലേ? അതെ, എമ്മീരാവിന്റെ കാലം തുടങ്ങിയിട്ട് വിമത ശബ്ദമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ മണ്ഡലം, പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഒരു ഇറ്റിലമാണ്. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മണ്ഡലമാണ്. പക്ഷേ അവിടെ കുറച്ചു കാലമായി വർഷങ്ങളായി അവിടെ TI മധുസൂദനനും UDF-ന്റെ V കുഞ്ഞികൃഷ്ണനും NDA-യുടെ AP ഗംഗാധരനുമാണ് സ്ഥാനാർത്ഥികൾ. അവിടെ V കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ചോദ്യങ്ങൾ അവിടെ കിടക്കുകയാണ്. രക്തസാക്ഷി ഫണ്ട്, അതുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇതുവരെ പാർട്ടി മറുപടി നൽകിയില്ല. അതിൽ കുഞ്ഞികൃഷ്ണൻ ചോദ്യമുന നീട്ടിയതാർക്കെതിരെയാണ്? മധുസൂദനെ തന്നെ അപ്പോൾ പക്ഷേ ഈ ചോദ്യമുയർത്തിയ കുഞ്ഞികൃഷ്ണൻ തൊട്ടപ്പുറത്ത് UDF-ന്റെ സ്ഥാനാർത്ഥിയായി എന്നുള്ളതാണ്. നീല നിറത്തിൽ നമ്മുടെ സ്ക്രീനിൽ പയ്യന്നൂരിലെ വോട്ടർമാർക്ക്, അവിടുത്തെ പാർട്ടിക്കാർക്ക് V കുഞ്ഞികൃഷ്ണനെ കാണുന്നു. ഈ കുഞ്ഞികൃഷ്ണൻ ആരോപണം ഉന്നയിച്ച സമയം തുടങ്ങിയിട്ട് അതിന്റെ ആ ആരോപണം വന്ന ശൈലി ഉണ്ടല്ലോ, അത് പ്രത്യേക ചാനൽ അഭിമുഖം കൊടുക്കുന്നു, പ്രത്യേക സംവിധാനം വരുന്നു, ചർച്ച ആ രീതിയിലേക്ക് മാത്രം കൊണ്ടുവരുന്നു. ഒരു മിനിറ്റ് പ്ലാൻ ചെയ്ത് കൃത്യതയോടുകൂടി പ്ലാൻ ചെയ്തിട്ട് വന്നിട്ട് അതിനെ കൈകാര്യം ചെയ്യാണ്. ഒറ്റ കാര്യമുള്ളൂ, സീറ്റ് മത്സരിക്കുക. അത് ഞാൻ അന്നേ പറയും. ഒരു മിനിറ്റ് ഫസ്റ്റത്തെ മീറ്റ് എഡിറ്റേഴ്സ് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് അവസാനം പോയി നിൽക്കുക കുഞ്ഞികൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വത്തിലാണ്. മനസ്സിലാക്കുന്നത് മധുസൂദന് പകരം അവിടെ കുഞ്ഞികൃഷ്ണനെ LDF CPM പരിഗണിച്ചിരുന്നുവെങ്കിൽ ഈ വിവാദങ്ങളൊന്നും ഉണ്ടാവില്ല. അമ്പലപ്പുഴയിൽ പറയുന്നത് പോലെ പയ്യന്നൂരിനെ കുറിച്ച് പറയരുത്. ശരിയാണ്, മത്സരിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അത് സത്യമാണ്, മത്സരിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ V കുഞ്ഞികൃഷ്ണൻ മത്സരിക്കണം എന്നുള്ള ആഗ്രഹമല്ല അവിടെ മുന്നോട്ട് വെക്കപ്പെട്ടത്. TI മധുസൂദനൻ മത്സരിക്കരുത് എന്ന ആവശ്യമാണ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതൊക്കെ ശരിയാണ്. എന്തുകൊണ്ടാണ് TI മധുസൂദനൻ മത്സരിക്കേണ്ട എന്ന് പറയുന്നത്? അതാ രക്തസാക്ഷി ഫണ്ട്. ക്രമക്കേടിന്റെ കേന്ദ്രം അദ്ദേഹമായ രണ്ടാമത്തെ കാര്യം. ആരായിരുന്നു ജി സുധാകരൻ? താരതമ്യത്തിലേക്ക് പോകരുത്. ആരാണ് TK ഗോവിന്ദൻ? എല്ലാവർക്കും ഈ ഇലക്ഷനിൽ 3 പേരാണുള്ള പാർട്ടി വിട്ടത്, 4 പേരാണുള്ള പാർട്ടി വിട്ടത്. ഒരു മിനിറ്റ് ബന്ധപ്പെട്ട് കൃത്യമായ മറുപടി നൽകിയിട്ട് രണ്ടാമത്തെ കാര്യം നോക്കൂ. പ്രചാരണ പരിപാടിയിൽ, പയ്യന്നൂരിലെ പ്രചാരണ പരിപാടിയിൽ പല യോഗങ്ങളിലും പല സമ്മേളനങ്ങളിലും ആള് കുറവായിരുന്നു. ഒരാള് പറഞ്ഞില്ല. ഈ മധുസൂദന്റെ കൂടെ ആളെ കണ്ടോ? എല്ലാ കാലത്തും എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് പയ്യന്നൂർ. ഒരു മിനിറ്റ്, ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. എല്ലാ കാലത്തും അവിടുത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അവിടുത്തെ പ്രചരണവും ആ ശൈലിയോടുകൂടി തന്നെയാണ്. ഒറ്റ കാര്യം ഞാൻ പറയാം, ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ 4 പേരാണല്ലോ പാർട്ടി വിട്ടത്. ഒന്ന് TK ഗോവിന്ദൻ, ഒന്ന് കുഞ്ഞികൃഷ്ണൻ, G സുധാകരൻ, ഇപ്പൊ ഐഷ പൊറ്റി. ഈ 4 പേരല്ലാതെ വേറെ ആരാ പാർട്ടി വിട്ടെ? ഈ 4 പേർക്ക് സീറ്റിന് വേണ്ടിട്ട് പാർട്ടി വിട്ടതാണ്. 4 പേര് സീറ്റ് മത്സരിക്കുന്നു. അല്ലെങ്കിൽ പറയണം അതോട് ചേർത്ത് വെക്കാൻ പറ്റില്ല. ഓക്കെ, CPM-ന് ഒരു സംഘടനാ സംവിധാനമുണ്ട്. അപ്പോൾ ആ പാർട്ടിയിൽ ഒരു വിയോജിപ്പുണ്ട് എങ്കിൽ അത് ആ പാർട്ടിക്കുള്ളിൽ ഉന്നയിക്കണമെന്നതാണ് CPI വ്യക്തമാക്കുന്നത്. നേരത്തെ ആയിക്കോട്ടെ, അത് പാർട്ടിക്കുള്ളിൽ പറയണമായിരുന്നു. പാർട്ടിക്കുള്ളിൽ പറഞ്ഞത് പാർട്ടിയുടെ മേൽഘടകങ്ങളിൽ അറിയിച്ച് വേണ്ട നടപടികളുമായി മുന്നോട്ട് പോകണം. അല്ലാതെ പുറത്ത് വാർത്താ സമ്മേളനം നടത്തി സ്ഥാനാർത്ഥിയാവുകയല്ല. പാർട്ടിക്കുള്ളിൽ പറഞ്ഞു. പാർട്ടി പറയുന്നത് എന്താ? ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ പറയുന്നത് കള്ളക്കണക്കാണെന്നാണ്.
അത് വിശ്വസിച്ച് അത് പാർട്ടി പറയുന്നതല്ല ശരി, കുഞ്ഞികൃഷ്ണൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. പറയാൻ ഇതുവരെ കണക്ക് നൽകാൻ പറ്റില്ല. പിണറായി വിജയനെയും പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കിയ പാർട്ടിയാണ് CPM. എന്നിട്ട് നേരെ അവർ പുറത്തു വന്ന് ഈ പാർട്ടിയെ പറയുകയല്ല ചെയ്തത്. അഴിമതി കാണിക്കൂ, നിങ്ങൾ ആ ചട്ടക്കൂടിൽ നിന്ന് അഴിമതി കാണിക്കൂ. അതാണ് അതിന്റെ സന്ദേശം. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ സന്ദേശം അതാണ്. നമുക്ക് പക്ഷേ കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥി ആയിരുന്നില്ലായിരുന്നുവെങ്കിൽ, അതായത് പോയി UDF ടിക്കറ്റിൽ മത്സരിച്ചില്ലായിരുന്നു. പക്ഷേ ഈ ആരോപണം പക്ഷേ അതങ്ങനെ ഇദ്ദേഹം മത്സരിച്ചുകൊണ്ട് എന്ത് മാറ്റം അവിടെ ഉണ്ടാവുക? എന്താ ഇദ്ദേഹം മത്സരിച്ചുകൊണ്ട് എന്ത് മാറ്റം ഉണ്ടാവുക? അതൊരു പ്രതിഷേധമാണ്. മത്സരിച്ചുകൊണ്ട് എന്ത് മാറ്റം അവിടെ ഉണ്ടാവുക? പ്രതിഷേധമാണ്. ഒരു പാർലമെന്റ് ജനാധിപത്യത്തിൽ ഒരു പാർട്ടി മത്സരിച്ച് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രതിഷേധത്തിന് വേണ്ടി മത്സരിക്കാൻ ട്രെൻഡ് നോക്കാം. കഴിഞ്ഞ ഇവിടെ 49,780 വോട്ടിന്റെ 50,000 വോട്ടിന്റെ ലീഡ്. ഇത്തവണ എങ്ങനെയായിരിക്കും ജയസാധ്യത നോക്കാം, പരിശോധിക്കാം. പിണറായി വലിച്ചിടുന്നു. TI മധുസൂദനൻ വിജയിക്കുമെന്നുള്ളതാണ്. നോക്കാം ഭൂരിപക്ഷം 50,000 വോട്ടിന്റെ ലീഡ് പ്രാവശ്യം. പുനർനിർണയത്തിന് ശേഷം എഴുതി വെച്ചോളൂ, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ലീഡ് അവിടെ കൂടും. എഴുതി വെച്ചോളൂ, മുഴുവൻ എഴുതി വെച്ചോളൂ. നിർത്തുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 32,000 വോട്ടിന്റെ ലീഡ്. ആ 30,000 വോട്ട് കിട്ടും. 30,000 വോട്ടിൽ TI മധുസൂദനൻ അവിടെ ജയിക്കും. നിങ്ങളുടെ 50 വെറുതെ പാഴ്ക്കണക്കാ. UDF 29.9% ഉണ്ട്. 30% മേലെ വോട്ട് പിടിച്ചത് പറയാം. നമുക്ക് നോക്കാം യുഡിഎഫിലെ വോട്ട് മാത്രമാണോ കിട്ടുക എന്ന്. നമുക്ക് അടുത്ത മണ്ഡലത്തിലേക്ക് പോകാം. കണ്ണൂരിലേക്ക് പോകാം. അങ്ങനെയൊന്നും പറയാൻ കണ്ണൂർ അല്ല ജയിക്കുന്നില്ല പറഞ്ഞ. എത്ര വോട്ട് UDFിന്റെ മാത്രമല്ലല്ലോ വോട്ട് എന്നാണ് ചോദിച്ചത്.